എയിംസിൻ്റെ BSc നേഴ്സിംഗ് കോഴ്സുകളുടെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എയിംസ് ഡൽഹി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഭുവനേശ്വർ, ബത്തിൻഡ, ഭോപ്പാൽ, ബിലാസ്പൂർ, ബീബിനഗർ, അതുപോലെ ദിയോഗർ, ഗോരഖ്പൂർ, ഗുവാഹത്തി, ജമ്മു, ജോധ്പൂർ, കല്യാണി, നാഗ്പൂർ, മംഗളഗിരി, പാറ്റ്ന, റായ്പൂർ, ഋഷികേശ്, റായ്ബറേലി, ഈ പറഞ്ഞ എല്ലാ എയിംസും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുമ്പ് നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. അങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ വെച്ചിട്ടാണ് ഈ അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ റിസൾട്ട് ഒരു കുറേ പേജുകളുള്ള ഒരു PDF ആണ്. അത് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ അലോട്ട്മെൻറ്റ് നോക്കുക. അൺറിസർവ്ഡ് കാറ്റഗറി 1143 വരെ പോയിട്ടുണ്ട്, OBC 1733 വരെ പോയിട്ടുണ്ട്, SC 5406 വരെയും, ST 11025 വരെയും, EWS 3281 വരെയും പോയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് റൗണ്ടിൻ്റെ റിസൾട്ട് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ട് വന്നിട്ടില്ല. ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മുമ്പ് തന്നെ ഇതിൽ എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ NCL സർട്ടിഫിക്കറ്റും EWSും ഒക്കെ കൊടുത്തവരെ വെച്ചിട്ടാണ് ഇത് ആ കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത ആരെയും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുപ്പിക്കില്ല. എന്നാൽ ഓപ്പൺ റൗണ്ട് വന്നാൽ അതുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റൗണ്ടിന് ശേഷവും സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഓപ്പൺ റൗണ്ടിൽ എല്ലാവരെയും പരിഗണിക്കും. റൈറ്റ്. അതേപോലെ ഈ മെഡിക്കൽ എക്സാമിനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതർ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് അതർ അഡ്മിഷൻ ഫോർമാലിറ്റി ഓൺലി ഫോർ എയിംസ് ന്യൂഡൽഹി എയിംസിലേത് അതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ 19-ാം തീയതി ജൂലൈ 19-ാം തീയതി എയിംസ് ഡൽഹിയിൽ വെച്ച് തന്നെ നടത്തും. ഇനി സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ അലോട്ടഡ് എ സീറ്റ് അറ്റ് എനി എയിംസ് ഇൻ ഫസ്റ്റ് റൗണ്ട് ആർ റിക്വയർഡ് ടു ലോഗിൻ ത്രൂ ദ ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പോർട്ടൽ. അതായത് ഈ സൈറ്റിൽ നിങ്ങൾ കയറുക. എന്നിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഈ 18-ാം തീയതിക്ക് മുമ്പ് ജൂലൈ 18-ന് മുമ്പ് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഓപ്ഷൻ 1 നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഫർദർ റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് മതി, ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ട. രണ്ടാമത്തേത് ഓപ്ഷൻ 2 ഈ സീറ്റ് എടുക്കുന്നു, എന്നിട്ട് സെക്കൻഡ് റൗണ്ടിന് വേണ്ടി നമ്മൾ അപ്ഡേഷന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടി, ആ സീറ്റ് അവിടെ ഉണ്ടാവും. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പുതിയൊരു സീറ്റ് കിട്ടിയാലേ ഈ ഫസ്റ്റ് റൗണ്ടിലെ സീറ്റ് പോവൂ. ഫസ്റ്റ് റൗണ്ടിലെ സീറ്റിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അതും പോവും, സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുപ്പിക്കുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 2 ഓപ്ഷനാണ്. ഒന്നുകിൽ കിട്ടിയ സീറ്റ് എടുത്ത് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ കിട്ടിയ സീറ്റ് എടുത്തുകൊണ്ട് അടുത്ത റൗണ്ടിന് വേണ്ടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്ത റൗണ്ടിൽ കിട്ടിയാൽ അതിലേക്ക് മാറണം, അല്ലെങ്കിൽ ആദ്യ സീറ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫെയിലിയർ ടു ജോയിൻ ആൻഡ് ഇൻ അപ്ഗ്രേഡഡ്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആലോചിച്ചേ ചെയ്യാവൂ. വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുത്തിട്ട് അപ്ഗ്രേഡേഷനും കൊടുക്കാം. ഈ 2 ഓപ്ഷനേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളിത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഈ റൗണ്ടിൽ നിന്നും പുറത്താവും, കിട്ടിയ സീറ്റും പോവും, അടുത്ത റൗണ്ടിൽ പരിഗണിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്ക് ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അക്സെപ്റ്റ് ദിസ് അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് മതി, അടുത്ത റൗണ്ടിൽ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദ കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു റിപ്പോർട്ട് അറ്റ് എ റെസ്പെക്റ്റീവ് എയിംസ്. ഇപ്പോൾ മംഗളഗിരി എയിംസ് കിട്ടിയ കുട്ടി മംഗളഗിരിയിൽ പോവുക, ബത്തിൻഡ എയിംസ് കിട്ടിയ കുട്ടി ബത്തിൻഡയിൽ പോവുക. എല്ലാവരും ഡൽഹിക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഏത് എയിംസിലാണോ കിട്ടിയത് ആ എയിംസിലാണ് പോകേണ്ടത്. എന്ന് ഈ 18-ാം തീയതിക്ക് ജൂലൈ 18-ന് മുമ്പാണ് നിങ്ങളവിടെ ചെല്ലേണ്ടത്. അതിന് മുമ്പ് നിങ്ങളവിടെ ചെല്ലണം. അപ്പോൾ എന്തൊക്കെ വേണം? വിത്ത് ഓഫർ ലെറ്റർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓഫർ ലെറ്റർ ഉണ്ടാവും. അതേപോലെ സീറ്റ് അലോട്ട്മെൻറ്റ് ഓർ അലോക്കേഷൻ സ്ലിപ്പ് അതുണ്ടാവണം. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ DD എടുത്താലും മതി. ഓക്കെ. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഈ സീറ്റ് ഓപ്ഷൻ നമ്പർ 1, സീറ്റ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ചെയ്യേണ്ടത്. ഇനി ഓപ്ഷൻ നമ്പർ 2 എടുത്തവർ, അതിൻ്റെ അർത്ഥം അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് റൗണ്ട്. ഇവരെന്ത് ചെയ്യണം? ഇവരും ഈ പറഞ്ഞ പോലെ ഏത് എയിംസിലാണ് കിട്ടിയത് ആ എയിംസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇതേ ഡേറ്റ്, അതായത് ജൂലൈ 18 5 മണിക്ക് മുമ്പ് നിങ്ങൾ ആ പർട്ടിക്കുലർ എയിംസിൽ ജോയിൻ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ അടുത്ത റൗണ്ടിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ സീറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്ഥലത്ത് പോയി റിസൈൻ ചെയ്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മാറാം. ഓക്കെ.
ഇപ്പോൾ ഈ സീറ്റിൽ ദ കാൻഡിഡേറ്റ് ഷാൽ ബി എലിജിബിൾ ഫോർ സെക്കൻഡ് റൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നവർക്ക് അടുത്ത റൗണ്ടിലും അവരെ പരിഗണിക്കും. ഇനി സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ ഈ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് മംഗളഗിരി കിട്ടിയെന്ന് വിചാരിക്കാം, സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഡൽഹി കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മംഗളഗിരി ക്യാൻസൽ ആവും. പിന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് ഡൽഹിക്ക് പോകേണ്ട, മംഗളഗിരിയിൽ തന്നെ തുടരാം. അത് നടക്കില്ല. അപ്ഗ്രേഡ് ചെയ്താൽ അപ്ഗ്രേഡ് ചെയ്ത സീറ്റിലേക്ക് തന്നെ പോകണം. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? ഒറിജിനൽ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ 1 lakh 1 ലക്ഷം രൂപയുടെ DD എടുക്കണം. എന്തൊക്കെ ഡോക്യുമെൻ്റാണ്? ഒന്ന് ഓഫർ ലെറ്റർ, അത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഉണ്ടാവും. 2 സീറ്റ് അലൊക്കേഷൻ ലെറ്റർ, അത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വരും. ഫൈനൽ രജിസ്ട്രേഷൻ സ്ലിപ്പ്, അതായത് മുമ്പ് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ സ്ലിപ്പ്. എയിംസ് എക്സാമിന് അന്ന് ഉപയോഗിച്ച അഡ്മിറ്റ് കാർഡ്, അതുപോലെ 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നത്. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്, ഏതിൻ്റെയൊക്കെ 12th ക്ലാസ്സിൻ്റെയും പാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബോർഡ് ഷോവിങ് ദ ഡേറ്റ് ഓഫ് ബർത്ത്, അത് കൊണ്ടുപോകാം. അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണം. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകാണ് ബെറ്റർ. ഇതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക, കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കയ്യിൽ കരുതുക. പിന്നെ റിസർവേഷനുള്ള കുട്ടികൾ, SC ST അല്ലെങ്കിൽ OBC EWS കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഇവരൊക്കെ അതിൻ്റെ റെസ്പെക്റ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അപ്പോൾ SC ST അല്ലെങ്കിൽ OBC EWS ഒക്കെ ആണെങ്കിൽ താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം. അതിൻ്റെ ഡേറ്റ് ഞാൻ അടുത്ത സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ആ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സർട്ടിഫിക്കറ്റ് നോക്കുക. OBC NCLാണെങ്കിൽ 9/6/2023 തുടങ്ങി 9/6/2024 വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ഈ ഡേറ്റിനുള്ളിലുള്ള OBC NCL ആയിരിക്കണം. EWS 1/4/2024 ശേഷം 9/6/2024 ആ ഡേറ്റ് ഉൾപ്പെടെ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ടത്. അപ്പോൾ എയിംസ് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് എയിംസിലാണ് അഡ്മിഷൻ കിട്ടിയത് ആ എയിംസിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരും ഡൽഹിയിലല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഡൽഹി കിട്ടിയ കുട്ടികൾക്ക് മാത്രമാണ് 19-ാം തീയതി അവിടെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. ബാക്കി എല്ലാവരും 18-ാം തീയതിക്ക് മുമ്പ് അതത് എയിംസുകളിൽ പോയി ജോയിൻ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.